ദീപാവലിയായിട്ട് പുള്ളി അവിടെ പോയി കിടക്കും. അകത്തിരുന്ന് ചക്രം കറക്കുമായിരിക്കും. ചക്രം തന്നെ അവിടുത്തെ വിഷയം. നീ ഒന്ന് വിളിച്ചേ. ഉദാഹരണോ? ഓ ആ ഉണ്ട് കേട്ടാ. ആ എന്താടേ വാ ഇങ്ങോട്ട് വാ. പണിയുണ്ടായിരുന്നു ഇവിടെ വേറെ. ഒരു കാര്യം പറയണം, നല്ല പണിയാ ചേട്ടൻ കാണിച്ചു കേട്ടോ. അന്നൊരു കാര്യം മനസ്സിലാക്കണം. ഈ വർഷത്തെ ദീപാവലിക്ക് നമ്മളെല്ലാരും കൂടി ഷെയർ ഇട്ട് ശിവകാശി പോയി പടക്കം മേടിച്ച് ജംഗ്ഷനിൽ കൊണ്ടുവന്ന് പൊട്ടിക്കാൻ നേറ്റിരുന്നാണോ? അതെ, ഞങ്ങൾ എല്ലാരും ഷെയർ ഇട്ട് ഞങ്ങൾ പോയി പടക്കം മേടിച്ച് അണ്ണന്റെ കാശ് മാത്രം കിട്ടിയില്ല. കാശ് കിട്ടുക മാത്രമല്ല ആ ഭാഗത്തോടെ തിരിഞ്ഞു പോലും. എടാ അത് കയ്യിൽ കാശില്ലാത്തോണ്ടല്ലേ ഞാൻ അതിൽ പറഞ്ഞു നിങ്ങളുടെ ഞാൻ വരുന്നത്. നിങ്ങൾ ശിവാശിക്ക് പോയി സാധനം പഠിച്ചിട്ട് വന്നല്ലോ. ഒന്നും പറയണ്ട, അതെ സാധനം ഉണ്ട്, പൈസ താ, അണ്ണന്റെ പങ്ക് പൈസ താ. എടാ പൈസ കിട്ടിയില്ല, അവിടെ തന്നില്ലെന്നേ. ഞാൻ അവളുടെ പല പ്രാവശ്യം ചോദിച്ചത് തരുന്നില്ല പൈസ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വൈകുന്നേരം ജംഗ്ഷനിൽ ഞങ്ങൾ പടക്കം പൊട്ടിക്കും. അന്നേരം അവിടെ വന്ന് നിൽക്കുമ്പോഴേ ചെവിക്കകത്ത് പഞ്ഞിയും വെച്ചോണ്ട് വന്നാ മതി. അതിനെ വന്നിരിക്കുന്നത് ഈ പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കാനുള്ള യോഗ്യത പോലും ഇല്ലടോ തനിക്ക്. അത്രേ ഉള്ളൂ. അങ്ങനെ പറയല്ലേ നിങ്ങളുടെ. പടക്കം പൊട്ടിക്കാൻ മാത്രമല്ല നമ്മളെടുത്ത ഫുൾ അടിക്കാനും ആ ഭാഗത്തോട്ട് വന്നേക്കാം. അതെ. എങ്ങനെയുണ്ട് ശിവാശി? എങ്ങനെ ഉണ്ടായിരുന്നടാ ശിവാശി? ശിവകാശിയുടെ കാര്യം പറയണേ. തിരക്കുണ്ടാ? തിരക്കുണ്ടോ? ഇപ്പൊ സീസൺ അല്ലേ, ദീപാവലി സീസൺ അല്ലേ. അവിടുത്തെ ഫുട്പാത്ത് വരെ പടക്കങ്ങൾ വേദനയും കിട്ടും. എന്തുമാത്രം ആൾക്കാർ. വെറൈറ്റി ഒന്നും കാണൂല. ഗംഭീര വെറൈറ്റി ആണ്. അത് പറഞ്ഞു കൊടുത്തേ. ഓ പിന്നെ ഇല്ലെന്നോ? എല്ലാ ദിവസവും എന്താണ് പടക്കത്ത് കത്തിക്കുന്നു പൊട്ടിക്കുന്നു, മേലെ പോകുന്നു തിരിച്ചു വരും, അത്ര തന്നെയല്ലേ? അതല്ല, പിന്നെ നമ്മളവിടെ അമ്പലത്തിൽ പടക്കം പൊട്ടിച്ച് എങ്ങനെ നേരെ മേലോട്ട് പോകുന്നു, പൊട്ടും. കൊടവരും കൊട അവിടെ അങ്ങനല്ല. കൊട വരില്ലേ? അവിടെ വരുന്നതല്ലേ, പടക്കം കൊണ്ട് പൊട്ടും. മേളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നു, ഇറങ്ങി വരുന്ന ആരാ? ഒരു സ്ത്രീ, തെറ്റ് സാരി എടുത്ത സ്ത്രീ തിരുവാതിര കളിച്ചോണ്ട് പാർവണേന്ദു മുട്ടി ഇങ്ങനെ കളിച്ചോണ്ട് 2 റൗണ്ട് പട്ടം കറങ്ങും. അത് മാത്രമല്ല വേറൊരു വെറൈറ്റി ഉണ്ട്. അവിടുത്തെ പള്ളിയിലെ പടക്കം പൊട്ടിക്കുമ്പോഴില്ലേ, നമ്മളിങ്ങനെ കത്തിച്ച് നേരെ മേളിലേക്ക് വിട്ടു പൊട്ടി അവിടെ ഒരു മാലാഖ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചിറയി വിരിച്ച് ഇങ്ങനെ 2 റൗണ്ട് ഇങ്ങനെ കടന്ന് കറങ്ങും. എനിക്ക് അവിടുത്തെ നിയമസഭാ പടക്കം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. നിയമസഭ പടക്കം അതെങ്ങനെ? ഇതങ്ങോട്ട് പൊട്ടി MLA അങ്ങോട്ട് വന്നിട്ട് തുണി അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് നിന്നിട്ട് 2 കറക്കം കട കൊതി വരുന്നു. അതെ, ഭയങ്കര വെറൈറ്റി. അയ്യോ വരാൻ വലിയ നഷ്ടമായി പോയി. എന്തായാലും ഞാൻ ഇങ്ങനെ പൈസ ഒപ്പിച്ചിട്ട് വരാം. ഞാൻ വന്നിട്ട് തുടങ്ങിയത് എല്ലാം പൊട്ടിക്കലും. ആദ്യം പൈസ ആയിട്ട് വാ. അത് വരും, ഞാൻ വരും. ഞാൻ ഒരു വാക്ക് പറഞ്ഞ വാക്കല്ലേ, നിങ്ങൾ അങ്ങനെ ആവല്ലേ? നമുക്ക് പോയി പൊട്ടിച്ചാലേ. ഇപ്പൊ പൊട്ടിക്കാനോ? പൊട്ടിക്കുന്ന കാര്യല്ലത്, ഉപ്പി പറഞ്ഞ പൊട്ടിച്ചടിക്കാത്തത്. നീ പോയാ പോയാ വരും.